ഹായ് നമസ്കാരം. പുതുതായി അധികാരമേറ്റ കേന്ദ്ര മന്ത്രിസഭയിൽ 71 പേരിൽ 70 പേരും കോടിപതികൾ. മന്ത്രിസഭാ അംഗങ്ങളുടെ ശരാശരി ആസ്തി 107.94 കോടി രൂപയാണെന്ന് തെരഞ്ഞെടുപ്പ് അവകാശ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നു. ബീഹാറിൽ നിന്നുള്ള ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച സെക്യുലറിൽ ജിതിൻ റാം മഞ്ചി മാത്രമാണ് 1 കോടിയിൽ താഴെ ആസ്തി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 30 ലക്ഷം രൂപയുടെ ആസ്തിയാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്. മന്ത്രിമാരിൽ 6 പേർക്ക് 100 കോടി രൂപയിലധികം ആസ്തിയുണ്ട്. 5705.47 കോടി രൂപയുടെ മൊത്തം ആസ്തിയുള്ള ഗ്രാമവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രിയും വാർത്താവിനിമയ മന്ത്രാലയത്തിലെ സഹമന്ത്രിയുമായ ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനിയാണ് പട്ടികയിൽ ഒന്നാമത്. അദ്ദേഹത്തിന്റെ ആസ്തിയിൽ 5598.65 കോടി രൂപ ജംഗമ സ്വത്തും 106.82 കോടി സ്ഥാവര സ്വത്തുക്കളുമാണ്. വാർത്താ വിനിമയ മന്ത്രിക്കും വടക്കുകിഴക്കൻ മേഖല വികസന മന്ത്രിയുമായ ജ്യോതിരാദിത്യ എം സിന്ധ്യയ്ക്ക് 424.75 കോടി രൂപയാണ് ആസ്തിയുള്ളത്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ 62.57 കോടി രൂപ ജംഗമ ആസ്തികളും 362.17 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും ഉൾപ്പെടുന്നു. ജനതാദളിൽ സെക്യുലർ നിന്നുള്ള ഘനവ്യവസായ മന്ത്രി സീറ്റിൽ മന്ത്രിയുമായ HD കുമാരസ്വാമി ആകെ ആസ്തി 217.23 കോടി രൂപയാണ്. 102.24 കോടി രൂപയുടെ ജംഗമ ആസ്തികളും 115 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും അടക്കമാണിത്. റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് 142.40 കോടി രൂപ ജംഗമ ആസ്തികളും 1.72 കോടി രൂപ സ്ഥാവര സ്വത്തുക്കളും ഉൾപ്പെടെ മൊത്തം 144.12 കോടി രൂപയുടെ ആസ്തിയാണ് വെളിപ്പെടുത്തിയത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമേഷൻ മന്ത്രാലയം, ആസൂത്രണ മന്ത്രാലയം, സ്വതന്ത്ര ചുമതല, സാംസ്കാരിക മന്ത്രാലയം എന്നിവയുടെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗിന്റെ ആകെ ആസ്തി 121.54 കോടി രൂപയാണ്. 39.31 കോടി ജംഗമ സ്വത്തും 82.23 കോടി രൂപ സ്ഥാവര സ്വത്തുക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ആസ്തി. മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്തിൽ നിന്നുള്ള മറ്റൊരു BJP മന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയൂഷ് ഗോയൽ 110.95 കോടി രൂപയുടെ ആസ്തി പ്രഖ്യാപിച്ചു. ഇതിൽ 89.87 കോടി രൂപ ജംഗമ ആസ്തികളും 21.9 കോടി രൂപ സ്ഥാവര സ്വത്തുക്കളും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ 39% മന്ത്രിമാർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരും 27% പേർ ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ 71 മന്ത്രിമാരും ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്.